ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും അപകടാവസ്ഥയിലാവുകയും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്ത ചങ്ങരംകുളത്തെ പുതിയ ബസ് ബേയുടെ നിർമ്മാണത്തിൽ നടന്ന അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം വലിയ ഭരണ നേട്ടമായി ഉയർത്തിക്കാണിച്ച ഒരു പരിപാടിയാണ് ചങ്ങരംകുളത്തെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ഈ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാണ്ട് 2 മാസം പിന്നിടുമ്പോഴേക്കും പൊതുജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിന് ശക്തി പകരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ മേൽക്കൂരയിൽ നിന്നുള്ള ഷീറ്റുകൾ അടർന്നു വീഴുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മഴ നനയുമ്പോഴേക്കും കുതിർന്നു പോകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധികാരികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ചങ്ങരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്നതിനായി ലക്ഷങ്ങൾ ചെലവിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ഭരണ നേട്ടമായി ഉയർത്തിക്കാണിച്ച വലിയ പദ്ധതിയാണിതെന്നും പദ്ധതിയിൽ വലിയ അഴിമതി നടന്നെന്ന വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അപകടാവസ്ഥയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വരുന്നവർക്ക് പ്രായ വ്യത്യാസമില്ല. അവർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിലേക്ക് ഏത് സമയത്തും പൊളിഞ്ഞു വീഴാൻ തയ്യാറായി നിൽക്കുന്ന മേൽക്കൂരകളാണ് ഇതിനുള്ളത്. അത് വലിയ അപകട സാധ്യതയാണ് വിളിച്ചു വരുത്താൻ പോകുന്നത്. ആളപായം വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന സാധ്യതയുള്ള വലിയ അപകട സാധ്യതയാണ്. അധികൃതരോട് ഇതിന്റെ ഗൗരവമായ അനാസ്ഥയെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇനി അങ്ങനെ ജനങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങൾക്ക് ഇന്ന് തന്നെ നേതൃത്വം നൽകണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കൊടിയ വഞ്ചന ഈ ചങ്ങരംകുളത്തുകാർക്ക് നൽകിയ ഈ ഇടതുപക്ഷക്കാർക്ക് അതിന് നേതൃത്വം നൽകിയ ജനപ്രതിനിധികൾക്ക് മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിലാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദിച്ചതുകൊണ്ട് നിർമ്മാണ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിച്ച ആസ്പെറ്റോസിന്റെ മേൽക്കൂരക്ക് ഉപയോഗിച്ച മെറ്റീരിയൽസ് ഉൾപ്പെടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു തരത്തിലുള്ള സുരക്ഷിതത്വമില്ലാത്ത അങ്ങേയറ്റം അപകടം സൃഷ്ടിക്കുന്ന ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു ചെറിയ വെള്ളം നനയുമ്പോഴത്തിന് അത് പൊടിഞ്ഞു വീഴുന്ന സ്ഥിതിവിശേഷമാണെങ്കിൽ അത് ഗുരുതരമായ വീഴ്ച കാര്യത്തിലുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരം അത് തീർപ്പ് കൽപ്പിക്കുന്നതുവരെ, ഈ സമരത്തിന് ഫലമുണ്ടാകുന്നതുവരെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ച് ഈ സമരപരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി തുടക്കം കുറിച്ചതായി അറിയിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്. മഴ പെയ്തതോടെ ചോർന്നൊലിച്ച ബസ് ബേയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം അടർന്നു വീണിരുന്നു. യാത്രക്കാർ തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അശാസ്ത്രീയമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അശാസ്ത്രീയമായ രീതിയിലുള്ള വർക്കുകളാണ് നടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ അവിടെ ഇത് തകർന്നിട്ടില്ലെങ്കിൽ പോലും ഒരു മഴ വന്നാൽ ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. കാരണം ശീതലടിച്ച ആളുകൾ നനയുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. എപ്പോഴാണ് കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള ഇത് കുതിർന്ന് തരിപ്പണമായി തകർന്നു വീഴുന്ന തരത്തിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മാറിയിട്ട് തകർന്ന് വീണിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള അപകട സാധ്യതയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, ഈ കൃത്യത്തിന് ഉത്തരവാദിയായിട്ടുള്ള അധികാരികൾ അടിയന്തരമായി ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നാട്ടുകാർക്ക് ഇവിടെ അത് ഉപയോഗിക്കാൻ തരത്തിലേക്ക് അതിൽ കൊണ്ട് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രതിഷേധ പരിപാടി DCC ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PT അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ, സിന്ധു മോഹൻ, മാമു വളയംകുളം, സലീം ചങ്ങരംകുളം, ഫൈസൽ സ്നേഹനഗർ, സുഹൈർ എറവറാങ്കുന്ന്, ഷെരീഫ് MT, അബ്ദുള്ള കുട്ടി കാളാച്ചാൽ, സിദ്ദിഖ് KB, ഷറഫു മാന്തടം, ഉണ്ണികൃഷ്ണൻ മാന്തടം, ഷംസുദ്ദീൻ, ഷൈജു കോക്കൂർ, ഷുഹൈബ് സിയാനൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്ത ഒരു വ്യക്തത ഇല്ലാത്തൊരു വികസനമാണ് നമ്മുടെ ചങ്ങരംകുളം ഹൈവേയിൽ നടന്നിട്ട്. ചങ്ങരംകുളം ബ്യൂട്ടിഫിക്കേഷൻ പറഞ്ഞ് നടത്തിയ ഈ കൊള്ളത്തരങ്ങൾക്ക് ഇതിന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച ഒരു ബിൽഡിംഗല്ല നമുക്കിവിടെ പണി ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരം വെളുത്തിനിച്ച വെയിലാണെങ്കിൽ നേരിട്ട് വെയിൽ കൊള്ളുന്നതും മഴ പെയ്ത ചീതലടിക്കുന്നതുമായ ലെവലുൾക്കടെ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് കെട്ടിപ്പൊക്കി
ആൾക്കാരെ വഞ്ചിക്കുന്ന നിലക്കുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഏകദേശം 11 മണിക്ക് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയിരുന്നു. പിന്നെ PWD-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണ്ട നിലപാട് ഞങ്ങൾ ഇതിനു വേണ്ടി മുന്നോട്ട് പോകുന്നു. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് ജനങ്ങളെ വഞ്ചിച്ച പരിപാടിയാണ്, ജനങ്ങളെ പറ്റിച്ച പരിപാടിയാണ്. ഈ പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. CNTV ചങ്ങരംകുളം.